ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്ന് എണീക്കാൻ പോലും ശേഷിയില്ലാത്തവരായി നിങ്ങൾ തളർന്നുപോയാൽ എന്തു ചെയ്യും? നിങ്ങൾ കീഴടങ്ങുമോ? ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ പരിശ്രമിക്കുമോ? അരുണിമ സിൻഹ എന്ന പെൺകുട്ടിയുടെ കഥയാണിത്. ഒരു ദുരന്തത്തിൽ അവളുടെ സ്വന്തം കാൽ നഷ്ടപ്പെടുകയും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് എവറസ്റ്റ് കൊടുമുടി പോലും കീഴടക്കിയ കഥ. 2011 അരുണിമ ട്രെയിൻ യാത്ര ചെയ്യവേ ഒരു കൂട്ടം ആക്രമികൾ അവളുടെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാവം അരുണിമയെ ഓടുന്ന ട്രെയിനിൻ്റെ പുറത്തേക്കെറിഞ്ഞു. അവൾ താഴെ വീണു. അവളുടെ കാല് മറ്റൊരു ട്രെയിനിൽ കയറിയിറങ്ങി. രക്തം വാർന്നു. ആ പാവം ട്രാക്കിൽ ഒറ്റയ്ക്ക് വേദനിച്ചു കിടന്നു. അവളെ രക്ഷിക്കാൻ ഡോക്ടറിന് കാല് മുറിക്കേണ്ടി വന്നു. ഈ അവസ്ഥ തകർന്നു പോകാതെ, തോൽവി സമ്മതിച്ചു കൊടുക്കാതെ ഇനി ഉയരങ്ങളിലെത്തണം എന്നവൾ ചിന്തിച്ചു, തീരുമാനിച്ചുറച്ചു. പല പ്രാവശ്യം വീണിട്ടും മനഃശക്തി കൊണ്ട് എവറസ്റ്റ് കീഴടക്കി. നമ്മൾ മനഃശക്തി ഉള്ളവരായിരിക്കണം. ആശുപത്രി കിടക്കയിൽ അവൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുമെന്ന്. അപ്പോൾ ലോകം പരിഹസിച്ചു, ചിരിപൊഴിച്ചു. ഡോക്ടർമാർ സംശയിച്ചു. എന്നാൽ അവൾ കഷ്ടപ്പെട്ട് 1000 തവണ വീണു. വീണ്ടും പരിശ്രമിച്ചു. പല ആവർത്തി. ഒടുവിൽ ആത്മവിശ്വാസമുണ്ടായി. 2013 മെയ് 21 അവൾ എവറസ്റ്റ് കീഴടക്കി. കാല് മുറിച്ചു മാറ്റപ്പെട്ടിട്ടും എവറസ്റ്റ് കയറിയ ലോകത്തിലെ ആദ്യ വനിത എന്ന ബഹുമതി നേടി. അവൾ തെളിയിച്ചു, നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് എന്തു നഷ്ടപ്പെട്ടു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, മറിച്ച് നമ്മൾ എന്ത് തിരഞ്ഞെടുത്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അക്രമികൾ അവളുടെ കാല് നഷ്ടപ്പെടുത്തി. എന്നാൽ ലോകത്തിലെ വലിയ പർവ്വതം തന്നെ അരുണിമയ്ക്ക് കീഴടക്കാൻ സാധിച്ചു. ഈ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾക്കൊരു പ്രചോദനമായി തോന്നുമെന്ന് വിശ്വസിക്കുന്നു.